അസ്സലാമു അലൈക്കും. നാരിയത്ത് സ്വലാത്ത്, അതിൻ്റെ ശ്രേഷ്ഠത. നാരിയത്ത് സ്വലാത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ള സമയം, ആ സമയത്ത് നമുക്ക് ഒന്നും നടക്കില്ല, പ്രയാസങ്ങളായി നിൽക്കുന്ന എന്ത് തന്നെ ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഊരാക്കുടുക്കുകളാണെങ്കിലും, പ്രയാസങ്ങളാണെങ്കിലും, ബുദ്ധിമുട്ടുകളാണെങ്കിലും നമുക്ക് എല്ലാം തടസ്സങ്ങളായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സുബഹി നമസ്കാരത്തിന് ശേഷം വുളൂഓടുകൂടി തന്നെ 41 തവണ നാരിയത്ത് സലാത്ത് പതിവായിട്ട് നിങ്ങൾ ചൊല്ലുക. ഇഹലോകത്തും പരലോകത്തും ഒരുപാട് നന്മ കിട്ടുന്ന ഒരു സലാത്താണ് നാരിയത്ത് സലാത്ത്. അതിൻ്റെ ശ്രേഷ്ഠത അറിയണമെങ്കിൽ അത് നിങ്ങൾ ചൊല്ലുക തന്നെ വേണം. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയാം. എൻ്റെ മാമൻ്റെ മകള് SSLCക്ക് 2 വർഷം മാർക്കില്ലാണ്ട് ഫെയിലായിപ്പോയി. അങ്ങനെ നമുക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു. 2 വർഷം പഠിച്ചിട്ടും SSLCക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. ഞാൻ ചെന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, താത്ത ഞാൻ എന്താ ചെയ്യുക, ഇതിനൊരു പ്രതിവിധി പറഞ്ഞു തരും. അപ്പം ഞാൻ പറഞ്ഞ നിസ്കാരമൊക്കെ നീ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ നിസ്കാരമൊക്കെ താത്ത കൃത്യമായിട്ട് പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷെ അങ്ങ് അവിടെ എത്തുമ്പോൾ മറന്നു പോകുന്നു, പഠിച്ചതെല്ലാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യേ, മോൾ എന്ത് ചെയ്യണം, സുബഹി നമസ്കാരത്തിന് ശേഷം 41 തവണ നാരിയത്ത് സലാത്ത് ചെല്ല്. കൃത്യമായിട്ട് അത് വിട്ടു പോകരുത്. അല്ല അശുദ്ധിയുള്ള സമയത്ത് ആണെങ്കിൽ പോലും അത് നിനക്ക് ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. എങ്കിലും സുബഹി നമസ്കാരത്തിന് ശേഷം 41 വട്ടം നാരിയത്ത് സലാത്ത് ചെല്ലുക. മനസ്സിൽ നീ മുറാദ് വെക്കുക, എനിക്ക് ഇപ്രാവശ്യം നന്നായിട്ട് SSLC എഴുതാനും നല്ല മാർക്ക് വാങ്ങി ജയിക്കാനും എനിക്ക് പറ്റണമെന്ന് പറയാം. ആ ഒരു ദുആ അല്ലാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യുന്നു. അങ്ങനെ മോള് അത് കേട്ടായിക്കോട്ടെ, ഞാൻ അങ്ങനെ ചെയ്യാം താത്താന്നൊക്കെ പറഞ്ഞ് മോള് ആ ഒരു വർഷം തന്നെ അത് ചെല്ലുകയും ഏറ്റവും നല്ല മാർക്കോടും കൂടി മോള് SSLCക്ക് പാസ്സാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നു പോയാൽ, നമുക്കത് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ കഴിച്ചിലാവാൻ, നേടിയെടുക്കാൻ എല്ലാത്തിനുള്ളൊരു രക്ഷക്കുള്ളൊരു സലാത്താണ് ഈ നാരിയത്ത് സലാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും നിങ്ങൾ ചൊല്ലുക, ഇതിൻ്റെ ഫലം കണ്ടറിയുക തന്നെ വേണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ലൊരു ഹൈറായ ജീവിതം നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.